ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മിസ്ട്രസ് എന്ന് പറയുന്ന അനിത നായരുടെ ഒരു നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്, ഫിക്ഷനാണ്. കേവലം പാഠഭാഗത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ രീതിയിലുള്ള ഭാഗങ്ങൾ കേട്ടുപോയാൽ അത് എക്സാമിന് വളരെയധികം ഒരു ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യങ്ങൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ന് ഞാൻ വീണ്ടും ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു സംഗ്രഹിച്ച അവലോകനമാണ്. ഞാൻ ഈ ഒരു കഥയിലേക്ക് പോകാം. സമൂഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ മാറിക്കൊണ്ടിരിക്കുന്ന റോളുകൾ ഈ നോവൽ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. വിമോചിതയായ സ്ത്രീയെക്കുറിച്ചുള്ള അവളുടെ ആശയം സാമൂഹികമോ സാമ്പത്തികമോ ആയ അതിരുകൾക്കപ്പുറമാണ്. എന്നാൽ അവളുടെ മാനസികവും വൈകാരികവുമായ മനോഭാവങ്ങളോടും ക്ഷേമത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. കലയും വ്യഭിചാരവും, പുതിയ പ്രണയത്തിൻ്റെ ആവേശം, ദുരുപയോഗം, തകർന്ന പ്രതീക്ഷകൾ, ഇരുണ്ട കുടുംബരഹസ്യങ്ങൾ, അതുപോലെ തന്നെ പരമ്പരാഗത ബന്ധങ്ങളുടെ വിരസത, പ്രണയത്തിൻ്റെ വൃത്തികെട്ടതും വൈരൂപ്യവും തുടങ്ങി നിരവധി വിഷയങ്ങൾ പുസ്തകം പര്യവേക്ഷണം ചെയ്യുന്നുണ്ട്. മതം, ദാമ്പത്യം, നിയമസാധുത, സാമൂഹിക ആചാരങ്ങൾ എന്നിവയുടെ തടസ്സങ്ങൾക്കപ്പുറത്തുള്ള ആകർഷണവും അതുപോലെ തന്നെ അഭിനിവേശവും ഇതിൽ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകം ആണിത്. അതുപോലെ വിവാഹത്തിന് മുമ്പും വിവാഹശേഷവുമുള്ള ലൈംഗികതയും വിശദമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിള നദി പോലെ അപൂർവമായി ആവശ്യത്തിന് വെള്ളമുള്ളതും തമ്പുരാട്ടിയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ജീവിതത്തിൻ്റെ ആയമില്ലായ്മയെ പ്രതിനിധീകരിക്കുന്നതുമായ വളരുന്ന മിക്ക കാര്യങ്ങൾക്കും വിനാശകരമായ അവസാനത്തിൻ്റെ രൂക്ഷഗന്ധമുണ്ട് എന്നെന്താക്കുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു ഫിക്ഷൻ ഒരു സംഗ്രഹിച്ച അവലോകനം ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾ പരീക്ഷയുടെ സമയത്ത് പല തിരക്കുകളിലും പെട്ട് ചെറിയ രീതിയിൽ മാത്രമേ അവർക്ക് ക്ലാസ് കേൾക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഒരു തീം മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.